അമ്മേ, എൻ്റെ ഫീൽഡിൽ നല്ലൊരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. നല്ല കമ്പനിയാണ്. എനിക്കൊന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട്. എന്തിന്? എൻ്റെ ക്വാളിഫിക്കേഷൻ വേസ്റ്റ് ആകരുതെന്ന് തോന്നി. IT ഫീൽഡാണ്, അതാ. നിത്യേ, ഞാൻ ഒരു കാര്യം പറയാം. നീ ജോലിക്ക് പോകേണ്ട ഒരു ബുദ്ധിമുട്ടും ഈ വീട്ടിലില്ല. പിന്നെ നീ ജോലിക്ക് പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കുന്നതാണ്? കല്യാണം കഴിഞ്ഞിട്ട് ആപ്പടെ 2 മാസമല്ലേ ആയുള്ളൂ. നിങ്ങൾ രണ്ടും കാലത്തെ ബാഗ് നോക്കിപ്പോയാൽ ഞാൻ അവിടെ ഒറ്റയ്ക്കാവൂലേ? അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെന്തോ പറയും? കെട്ടിച്ചു വിട്ട പെണ്ണിനെ കൊണ്ട് ജോലിക്ക് വിട്ടിട്ടേ ഞാനും എൻ്റെ മോനും കഴിയേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവം സഹായിച്ച് ഈ വീട്ടിൽ സന്തോഷമായിട്ട് കഴിയാനുള്ള എല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾക്കൊരു നല്ല കുടുംബപ്പേരുണ്ട്. അതൊന്നും നശിപ്പിക്കരുത്. അതൊക്കെ പതുക്കെ പതുക്കെ നോക്കാം. കുറച്ച് വർഷം കഴിയട്ടെ. അമ്മ, ജോലി ചെയ്തില്ലെങ്കിൽ ഗ്യാപ്പ് വരും. പിന്നെ നല്ല കമ്പനീസിലൊന്നും ജോലി കിട്ടില്ല. അമ്മയ്ക്ക് ഇതിനെപ്പറ്റി അറിയാത്തോണ്ടാ. ഓ, പിന്നെ ഗ്യാപ്പുള്ളവർക്കൊന്നും ഇവിടെ ജോലി കിട്ടുന്നില്ലല്ലോ. നീ ആ ഗ്യാപ്പൊന്നും നിർത്താൻ നടക്കണ്ട, കേട്ടല്ലോ. നിത്യ, നീ എൻ്റെ അക്കൗണ്ടിൽ ജോബ് അലേർട്ട് സെറ്റ് ചെയ്തിരുന്നോ? ആ, നോക്കുന്നുണ്ടായിരുന്നു ജോബ്. നിന്റെ ഫീൽഡിൽ 2 ഓപ്പണിങ്സ് വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്നോ? ആ, നോക്കണം. പക്ഷെ ആക്ച്വലി ഒരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിക്കുന്നു. കാരണം പുതിയ വീടൊക്കെ അല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ആയി വരണ്ടേ. എടോ, വീടുമായിട്ട് സെറ്റാവാൻ ബ്രേക്ക് എടുക്കാനോ? കൊള്ളാം. താനിവിടെ ഇപ്പോൾ വലിയ രീതിയിലൊന്നും അങ്ങനെ സെറ്റാവാൻ നോക്കണ്ട. അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് അങ്ങ് നടന്നു. നാളെ ഇനി താൻ എവിടെയെങ്കിലും ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴേ ജോബ് റിക്രൂട്ടേഴ്സ് എന്താ താൻ ഇത്രയും നാൾ ജോബ് ചെയ്യാത്തതെന്ന് ചോദിക്കും. അതുണ്ടാവാതിരുന്നാൽ മതി. പിന്നെ തൻ്റെ ഫീൽഡ് വളരെ ഫാസ്റ്റാണ്. ഓരോ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കും. അർജുൻ, അറിയാം, ഞാൻ നോക്കാം. അതെ, താൻ കുറച്ചുകൂടി കരിയറിൻ്റെ കാര്യത്തിൽ സീരിയസ് ആവണം കേട്ടോ. അർജുൻ, അത് പിന്നെ ഒന്നുമില്ല. ചേച്ചി, ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ടേ. ഇത് നിങ്ങളുടെ മരുമോളല്ലേ? നിത്യ, ഇതെന്താ നിത്യ ഇത്? അയ്യോ, ഇതിന്റെ പേഴ്സണൽ അക്കൗണ്ടാണ്. എന്ത് പേഴ്സണൽ അക്കൗണ്ട്? ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് മതിയല്ലോ ഈ വീട്ടിന്റെ പേര് കളയാൻ. നിന്റെ തലയിൽ എന്ത് ബുദ്ധിയില്ലേ നിത്യ? ഇതുപോലത്തെ ഓരോ ഡാൻസും ഒക്കെ ആയിട്ട് ഇന്റർനെറ്റിൽ ഇട്ടാലേ നിങ്ങളുടെ ആൾക്കാരൊക്കെ എന്ത് പറയും? അമ്മ, ഇത് റീലല്ലേ? ചില വീട്ടിലൊക്കെ അമ്മായിയമ്മമാരും മരുമക്കളും ഒന്നിച്ചതൊക്കെ ചെയ്യുക. ഇനി അതിൻ്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, നീ ഇതൊക്കെ എടുത്ത് കളാം. എടുത്ത് കളയാൻ പറഞ്ഞ നല്ല വ്യൂസ് ഉള്ള വീഡിയോ അല്ലേ അമ്മ? ഇതൊക്കെ ഇപ്പൊ എല്ലാരും ചെയ്യണല്ലേ. ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം, പോരെ? ഇത് അർജുൻ അറിയാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ എത്രയും കാലം എങ്ങനെ ജീവിച്ചെന്നൊന്നും എനിക്കറിയണ്ട. പക്ഷെ ഇനി കുറച്ചും കൂടെയൊക്കെ അടക്കം ഒതുക്കോട്ടൊക്കെ ജീവിക്കണം, കേട്ടല്ല? ആ അക്കൗണ്ട് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യണം. സോഷ്യൽ മീഡിയയും ഒന്നും ഇവിടെ വേണ്ട, കേട്ടല്ല? ആ നിത്യ, തൻ്റെ ഇൻസ്റ്റ ഐ ഡി എന്ത് പറ്റി? കിട്ടുന്നില്ല. അത് ഞാൻ ഡിലീറ്റ് ആക്കി. ഡിലീറ്റ് ചെയ്യണോ? എന്തിന്? ഇവിടെ പണിയൊന്നും നടക്കുന്നില്ല, എപ്പോഴും അത് നോക്കിയിരിപ്പ. പിന്നെ അത് മാത്രമല്ല, മോളെ, നിന്റെ അടുത്ത് ഞാൻ ആ വിളക്കൊക്കെ തേച്ച് വെക്കാൻ പറഞ്ഞതല്ലേ, നീ തേച്ചായിരുന്നോ? അമ്മ, അവള് ബിസി ആയിരുന്നിട്ടുണ്ടായിരിക്കും. അവള് ചെയ്യും. എന്ത് ബിസിയാടാ? ഏത് സമയം മുറി അടച്ചിരുന്ന് ഫോണും കുത്തിയിരിക്കുക, അത് തന്നെയാണ് ബിസി. എൻ്റെ അമ്മ, സ്വന്തം വീട്ടിലല്ലേ അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ടൈം ഫിക്സ് ചെയ്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ.
നിത്യ സോറി. മോളെ ശ്രീജയുടെ കല്യാണം ഈ വരുന്ന ജൂലൈയിലാണ്. മോളെ നീ വരണം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ചടങ്ങാണ് നമ്മളുടെ കുടുംബത്തിൽ. നീ വന്നേ പറ്റുള്ളൂ. ഞാൻ നോക്കാം അമ്മേ, അർച്ചനോട് പറയാം. ശരി, ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ശരിയായി പോകുന്നോ? ആ ഓക്കെയാണ്. മോളെ ഒരു കാര്യം പറയട്ടെ, നീ നിൻ്റെ ജോലിയുടെ കാര്യം നോക്കാതിരിക്കുകയും ചെയ്യരുത്. അറിയാമല്ലോ, നിൻ്റെ അച്ഛൻ നിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. അതിങ്ങനെ ചുമ്മാ കുത്തിയിരുന്ന് വേസ്റ്റാക്കി കളയല്ലേ മക്കളെ. അറിയാം അമ്മ. അമ്മായി അമ്മായി എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ അവിടെ? മക്കളെ സുഖം. പിന്നെ അവിടെ ജോലിക്ക് വിടുന്ന കാര്യം അമ്മായി ഞാൻ ഒരു 100 തവണ അവളോട് പറയണതാ ഓരോന്നിനും അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഞാൻ ഏതായാലും നോക്കട്ടെ. ശരി മക്കളെ. എടാ അപ്പോൾ ഞാൻ ജൂലൈയിൽ ലീവ് എടുക്കാം. നമുക്ക് പോവാടോ? സീരിയസ്ലി? പക്ക. നിന്റെ കസിൻ്റെ കല്യാണമല്ലേ, പിന്നെ എന്താ സംശയം? പിന്നെ താൻ ആ ജോലിക്കൊന്ന് അപ്ലൈ ചെയ്യും. അമ്മായി പറയും പോലെ നീ അതൊന്ന് സീരിയസ് ആയിട്ട് നോക്കാം. നോക്കാം. ആ ശ്രീജയുടെ കല്യാണത്തിന് പോവാനേ അർജുൻ ലീവ് എടുക്കണമെന്ന് കേട്ടു. അങ്ങനെ പറഞ്ഞായിരുന്നു. അവളെൻ്റെ ഫസ്റ്റ് കസിനാണ്. ഞങ്ങൾ ഒന്നിച്ചാ വളർന്നേ. അത് വേണ്ട അമ്മ, എനിക്കത് മിസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയണ നീ അങ്ങോട്ട് കേട്ടാ മതി. നിന്റെ ബന്ധുക്കളെയൊന്നും ഈ സൈഡിലോട്ട് അടുപ്പിക്കാൻ കൊള്ളില്ല. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഇനിയിപ്പോൾ തോന്നിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനും എൻ്റെ കുടുംബമായിട്ടെ ഇടപഴകാനുള്ള അന്തസ്സെങ്കിലും വേണ്ടേ നിങ്ങളുടെ കുടുംബത്തിന്? നിന്റെ കല്യാണത്തിന് തന്നെ നിന്റെ ബാക്കി ബന്ധുക്കളെ കണ്ടപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ ഓക്കാനം വന്നു. അതുകൊണ്ട് നീ ഇവിടുന്ന് പോയി ആ ബന്ധുക്കളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിനും നിൽക്കണ്ട, കേട്ടല്ല? അർജുൻ നിന്റെ താളത്തിന് തുള്ളു. അവനൊരു പൊട്ടനാ. ആദ്യം നിങ്ങൾ അങ്ങോട്ട് പോകും, പിന്നെ അവരെല്ലാം കൂടെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരും. അങ്ങനെയുള്ള ബന്ധുത്വമൊന്നും വേണ്ട. അമ്മ, അവൻ്റെ വീട്ടുകാരാണ്. ഇനി അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അതുങ്ങളുടെ ഒന്നും നിഴല് നിന്റെയോ അർജുൻ്റെയോ എന്റെയോ മേലിൽ വീഴരുത്. എല്ലാത്തിനും അകറ്റി നിർത്തിക്കോണം. ആ കല്യാണത്തിന് നീ പോകുന്നില്ല, അത്രേ ഉള്ളൂ. അമ്മ, എടി അവിടെ ഇത്രയും തുണി നനയ്ക്കാൻ കിടക്കണം, പല ജോലികൾ കിടക്കണം. നീ അതെല്ലാം അവിടെ ഇട്ടിട്ട് ഇവിടെ എന്തോന്ന് എടുത്ത് കുത്തി കുത്തി ഇരിക്കുന്നേ? ഞാൻ രാവിലെ തൊട്ടേ പണിയല്ലേ ഇവിടെ ചെയ്തോണ്ടിരിക്കണേ. ഞാൻ കുറച്ച് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ഇനി അവിടെ പോയിട്ട് എനിക്ക് ഇന്റർവ്യൂ ഒന്നും കിട്ടാൻ പോണില്ല. എടി ഞാൻ മുൻപേ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത് ഇപ്പൊ ജോലിക്കൊന്നും പോണ്ടാന്ന്? ആ കാര്യം എന്റെ ഭർത്താവ് വന്ന് എന്നോട് പറയട്ടെ, അപ്പൊ ഞാൻ കേൾക്കാം. ആ സർ, എനിക്ക് മെയിൽ കിട്ടിയായിരുന്നു. ഞാൻ ചൊവ്വാഴ്ച രാവിലെ തന്നെ എത്തിക്കോളാം. ഓക്കെ നിത്യ. പിന്നെ ഞാൻ ആ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഒരു ഹാർഡ് കോപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ സോഫ്റ്റ് കോപ്പി ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് ഒറിജിനൽ ഫയൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ മെയിൽ ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് വന്നാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ സർ, ഷുവർ ഷുവർ. താങ്ക് യു സർ. ഓഫീസിൽ നിന്ന് ഇതുവരെ വരെ എന്തൊരു ട്രാഫിക്കാണമ്മ. ഇപ്പോൾ കൂടി ഇരട്ടിയായെന്ന് തോന്നുന്നിപ്പോൾ. എന്നാൽ റോഡിൻ്റെ വീതി കൂടും, അതുമില്ല. അർജുൻ, ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് മറ്റന്നാൾ ഒരു ഇന്റർവ്യൂ ഉണ്ട്. എവിടെ വെച്ചാ? കഴക്കൂട്ടത്ത് വെച്ചിട്ടാ. ഇമെയിലിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പോണം. അതൊക്കെ നമുക്ക് എടുക്കാം. അവരൊരു ഫിസിക്കൽ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു.
അത് കത്തിപ്പോയില്ലായിരുന്നെങ്കിൽ അതും കൊണ്ട് പോയാൽ മതിയായിരുന്നു. കത്തിപ്പോയില്ല. അമ്മ, ഈ ഇന്റർവ്യൂ ലെറ്റർ കത്തിച്ചത് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നണുണ്ടോ? അർജുന, അത് ഞാൻ മതി. അമ്മ എന്താണ് ചെയ്തതെന്നുള്ളത് ക്യാമറയിലുണ്ട്. അതുകൊണ്ട് ഇനി അത് ചെയ്തില്ലെന്ന് മാത്രം പറയില്ല. ഈ വീട്ടില് എന്റെ ഭാര്യയ്ക്ക് ഒരു റൈറ്റ് ഇല്ല. അവൾ പഠിച്ചത്, അവൾ ഡിസർവ് ചെയ്യുന്നതൊക്കെ തടയാൻ അമ്മയ്ക്ക് എന്താ അവകാശം? ഇത് മാത്രമല്ല അർജുൻ, ഇനിയുണ്ട് കുറെ. ഇന്റർവ്യൂ ഉണ്ട്, പോയിട്ട് വരാവേ.